എന്താ ഈ വായിക്കണേ? മഴ സമയൊക്കെയല്ലേ, കുറച്ച് വായിക്കാന്ന് വെച്ചു. ഇപ്പോഴേ ഇലക്ഷനല്ലേ നിലമ്പൂര്. പുസ്തകം വായിക്കുന്നതിനെക്കാട്ടിലും നിലമ്പൂരുകാരുടെ മനസ്സ് വായിക്കുന്നതാണ് പ്രധാനം. കാര്യമായി എന്തോ ചർച്ചയിലാണല്ലോ. ഞാനേ ഈ ഒരു നിലമ്പൂർ പരീക്ഷണം എന്ന് പറയുന്ന പുസ്തകം വായിക്കായിരുന്നു. ഇത് ബാപ്പുട്ടിക്കായ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്ന സമയത്ത് നടത്തിയ കുറച്ച് ജനപക്ഷ വികസനത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് ഈ പുസ്തകം. പുള്ളി ജ്യോതിർഗമയ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി. അതായത് ഈ 60 വയസ്സും താഴെയുള്ള എല്ലാവരും നിലമ്പൂർ പഞ്ചായത്തിലെ എല്ലാവർക്കും സാക്ഷരത ഉറപ്പുവരുത്തണം എന്നുള്ളൊരു ആശയത്തിൽ ബാപ്പുട്ടിക്ക് കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഈ ജ്യോതിർഗമയ എന്ന് പറയുന്നത്. അന്ന് എഴുത്തും വായനയും അറിയാത്ത ആരും ഈ പഞ്ചായത്തിൽ ഉണ്ടാകരുത് എന്നുള്ളൊരു നിർബന്ധമാണ് ഈ ഒരു പദ്ധതിയിലേക്ക് നയിക്കുന്നത്. അതൊരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് സർവേ നടത്തുക, എല്ലാവർക്കും 4ാം ക്ലാസ് പരീക്ഷ പാസ്സായത് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അത് മാത്രമല്ല, വേറെ ഒരുപാട് പദ്ധതികളുണ്ട്. നീ സമീക്ഷ പറ്റി കേട്ടിട്ടില്ലേ? അതെന്താണെന്നറിയോ, ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷ ഉണ്ടല്ലോ, സാഹചര്യം കാരണം എഴുതാൻ പറ്റാതെ പോയത് ഒരുപാടുണ്ട്. അവർക്ക് വേണ്ടി തുല്യതാ പരീക്ഷകളെ പരിശീലനം കൊടുത്ത പദ്ധതിയാണ് സമീക്ഷ പദ്ധതി. മാത്രമല്ല, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊരു പദ്ധതിയുണ്ട്, വഴികാട്ടി എന്ന പദ്ധതിയുടെ പേര്. അതായത് അന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്ത്രീധനം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരെ വിറ്റുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നൊരു ആത്മാഭിമാനത്തിലെ സ്വാതന്ത്ര്യമൊക്കെ സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക എന്ന് ആലോചിച്ചുകൊണ്ട് അവർക്കൊരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. 600ഓളം സ്ത്രീകളാണ് ഇതിന്റെ പേരിൽ അന്ന് ഗവൺമെന്റ് സെക്ടറിലൊക്കെ ജോലിക്ക് കയറുന്നത്. ഈ ഒപ്പത്തിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതായത് ഈ നിലമ്പൂർ ഒരുപാട് ആദിവാസി ഊരുകളുണ്ട്. അവിടുന്ന് സ്കൂൾ ഏതാ, വിദ്യാഭ്യാസം എന്താണെന്നൊന്നും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടിയുള്ളൊരു പദ്ധതിയായിരുന്നു ഒപ്പത്തിനൊപ്പം. അവിടെ കുട്ടികൾ എഴുന്നേറ്റ് വരുമ്പോൾ വെളുപ്പിന് തന്നെ അവർക്കുള്ള ഭക്ഷണം ഊരുകളിൽ എത്തിക്കും. പലപ്പോഴും കുട്ടികളിപ്പോൾ എഴുന്നേക്കാറ് പോലും ഉണ്ടായില്ല. അപ്പൊ ആ കുട്ടികളൊക്കെ എഴുന്നേപ്പിച്ച് കുളിപ്പിച്ച് യൂണിഫോം ഇടിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ വിദ്യാഭ്യാസത്തിന് പ്രാപ്തരാക്കുന്ന ഒരു പരിപാടിയായിരുന്നു. അങ്ങനെ ആ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു ഏകദേശം 10ാം ക്ലാസ്സിൽ 18 പേരോളം പാസ്സായി, +2-ന് 21 പേരോളം പാസ്സാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ആദിവാസി മേഖലയിൽ നിന്ന്. നീ സദ്ഗമയ എന്ന് പറഞ്ഞ പരിപാടി കേട്ടിട്ടുണ്ടോ? പണ്ട് മാനവേദൻ സ്കൂളിലെ ഇംഗ്ലീഷ് പഠിപ്പിക്കാനായി കുറെ സായിപ്പന്മാർ വന്നു. അന്ന് ഈ സായിപ്പന്മാരെ കണ്ടപ്പം നിലമ്പൂരുകാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു, നാട്ടുകാർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അന്ന് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനാണ് ഇംഗ്ലീഷുകാരന്മാർ വന്നെങ്കിലും ഭാഗമായത് ടീച്ചർമാരും കൂടിയാ. ഈ 2010 മുതൽ 14 വരെ ഈ പദ്ധതി മുന്നോട്ട് പോയി. മാത്രമല്ല, ആ സ്കൂളിന്റെ ശോചനീയാവസ്ഥ വരെ പരിഹരിക്കപ്പെട്ടു. ഈ നിലമ്പൂരെ വീടില്ലാത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് വേണ്ടി പല പദ്ധതികളിലായിട്ട് 1000-ലേറെ വീടുകൾ വെച്ചു കൊടുത്തു. ഭവനശ്രീ, ഭവന പൂർണിമ, ഭവന കാന്തി, ഭവന ദീപ്തി, അങ്ങനെ പല പല പദ്ധതികളായിട്ടായിരുന്നു. അതിന്റെ രസം എന്താന്ന് വെച്ചാൽ 50 രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ കൊടുത്ത ആളുകളുണ്ട്. ചെറിയ കുടുക്കയിലൊക്കെ ഇട്ട് വെക്കുന്ന പൈസ ഇല്ലേ കുട്ടികളൊക്കെ, അത് മുതൽ കൊടുത്ത ആളുകളുണ്ട്. അതിലൊരു മാൾക്കുട്ടമ്മനെ പറ്റി കേട്ടിട്ടില്ലേ? അവരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഒന്ന് ഭയങ്കര ഫേമസ് ആയിരുന്നു. ഒരു പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാനും ചിന്തിക്കാൻ പോലും പറ്റാത്ത എന്തോരം മികച്ച പരിപാടികളാണ് ബാപ്പുട്ടിക്ക് നിലമ്പൂര് കൊണ്ടുവന്നിട്ടുള്ളത്. പുള്ളൊരു MLA ആയ നിലമ്പൂരിനെ കോണടിച്ചല്ലോ. ഈ നാടിന്റെ തലവര തന്നെ മാറും. അപ്പൊ നല്ല നിലമ്പൂരിന് ആരാണ് ജയിക്കട്ടെ.